ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ചെമ്മീൻ ബിരിയാണിയാണ്. അതിന് നമ്മൾ 1 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. വലിയ ചെമ്മീനാണ്. അത് തലയോട് കൂടിയിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. തല നമ്മൾ ബിരിയാണിയിലിടുന്നുണ്ട്. പിന്നെ നമ്മൾ 1.5 കിലോ അരിയാണ് എടുക്കുന്നത്. ഒരു 12 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു 20 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും ആവശ്യത്തിനുള്ള പച്ചമുളകും പിന്നെ ഒരു 6 അല്ലി ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് നമ്മളിതൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നമ്മൾ 10 ഉപയോഗിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് അതിലേക്കുള്ള വലിയുള്ളി ആദ്യം ഗാർണിഷ് ചെയ്യാനുള്ള വലിയുള്ളിയും അണ്ടിമുന്തിരിയും കൂടി ഒന്ന് എണ്ണ ഒഴിച്ചിട്ട് അതിലൊന്ന് വറുത്തെടുക്കാം. നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചുണ്ടാക്കുന്നത്. ഗീ വേണമെങ്കിൽ ഗീ യൂസ് ചെയ്യാം. നമ്മൾ ഗീ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ വലിയുള്ളി ഇതുപോലെ ഒന്ന് ബ്രൗൺ ആക്കി എടുത്തിട്ട് അതിലേക്ക് അണ്ടിയും മുന്തിരിയും ഇട്ടിട്ട് ഒന്ന് വറുത്തെടുത്ത് മാറ്റി വെക്കുകയാണിത്. ഇത് നമുക്ക് ലാസ്റ്റ് യൂസ് ചെയ്യാനുള്ളതാണ് നമ്മൾ ദമ്മിടുന്ന ടൈമിൽ. ഇനി നമ്മൾ അതേ എണ്ണയിലേക്ക് നമ്മൾ ആദ്യം ഗ്രാമ്പു, ഏലക്ക, പട്ട 3 ഏലക്ക എടുത്തിട്ടുണ്ട്. ഒരു 3-4 പീസ് പട്ടയും ഒരു 2-3 പീസ് ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച അരി എടുത്തിട്ട് ഇതിലൊന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. വറുത്തെടുത്ത ശേഷം നമ്മൾ അതിലേക്ക് എത്രയാണോ അരി എടുത്തത് അതിൻ്റെ ഡബിൾ വെള്ളമാണ് ചേർക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് ക്യാരറ്റും കൂടി അതിൽ ചോപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ഒരു അരമുറി ലെമണും കൂടി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാക്കിയിട്ട് നമ്മളിതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യുകയാണ്. ഗീ റൈസിൻ്റെ റെസിപ്പി ചാനലിലുണ്ട്. നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാത്തവർ അതൊന്ന് കണ്ടിട്ട് ഉണ്ടാക്കുക. ഇനി നമുക്ക് ഒരു ചട്ടിയിലേക്ക് നമ്മൾ ചെമ്മീൻ എണ്ണയൊന്നും ഒഴിക്കേണ്ട, ജസ്റ്റ് ഇതുപോലെ ഒന്ന് മസാലകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പ്, അതുപോലെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച മുളകിൻ്റെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗരം മസാല പൗഡർ 1/4 ടീസ്പൂൺ, പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. വെള്ളം അതിൽ നിന്ന് ഇറങ്ങുന്നതാണ്, കൂടുതൽ വെള്ളമൊന്നും വേണ്ട. ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. എന്നിട്ട് ഇതുപോലെ ഒന്ന് പൊരിച്ചിട്ട് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ പൊരിച്ച വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മസാല ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. നന്നായിട്ട് വഴന്നു വന്ന ശേഷം മാത്രം അതിലേക്ക് ഒരു 5 തക്കാളിയാണ് എടുത്തത്. 5 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി തക്കാളിയും ഉള്ളിയും കൂടി നന്നായിട്ട് വഴന്നു വന്നിട്ടാണ് ബാക്കി ഇൻഗ്രീഡിയൻസ് നമ്മൾ അതിലേക്ക് ചേർക്കുന്നുള്ളൂ. നന്നായിട്ട് വഴന്നു വരണം. ഇനി നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് നമ്മൾ തൈരും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തിട്ട് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഇനി നമ്മളിതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ച് ചെമ്മീനും കൂടി ചേർത്ത് പിന്നെ മല്ലിയിലയും കൂടി വെച്ച് ഗാർണിഷ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം മസാല അതിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അതിലേക്ക് മിക്സായി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഇനി ദം ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നെ നമ്മൾ വാഴയിലയാണ് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോയിൽ കവർ എടുക്കാം. ഒന്നും ഇടാതെയും വേണമെങ്കിൽ ദം ചെയ്യാം. അപ്പോൾ അത് നമ്മളിത് വാഴൻ്റെ ഇല ഒന്ന് ജസ്റ്റ് ഒന്ന് കീറി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഓരോ ലെയറായിട്ട് നമ്മൾ ചോറ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ ഗരം മസാല പൗഡർ 1/4 ടീസ്പൂണും പിന്നെ മല്ലിയിൽ നമ്മൾ വറുത്ത് വെച്ച വലിയുള്ളിയും അണ്ടിമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി അങ്ങനെ ഓരോ ലെയറായിട്ടും ചെയ്തിട്ട് ഇതുപോലെ ദം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ കുറച്ച് ഗീ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗരം മസാലയും കൂടി ഏറ്റവും മുകളിൽ ടോപ്പ് ചെയ്തിട്ട് നമ്മൾ ഒന്നും കൂടി മൂടി വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് ചൂട് ആക്കുകയാണ് ചെയ്യുന്നത്. അതിൽ ആ ഒരു ആവി തങ്ങി നിന്ന് കഴിഞ്ഞാൽ നമുക്കിത് ഓഫാക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. സൈഡായിട്ട് നമ്മളിത് തൈരും അതുപോലെ പിക്കിളും അതുപോലെ തേങ്ങാ ചമ്മന്തിയുണ്ട്. അപ്പോൾ അത് അടിപൊളി ചെമ്മീൻ ബിരിയാണിയാണ്. ഇതുപോലെ പൈനാപ്പിളൊക്കെ കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്കും ഷെയറും ചെയ്യാനും മറക്കരുത്.